ഷോപ്പിൽ വന്നാൽ ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചോദിക്കുന്നതാണ്, ചാവാത്ത മീൻ ഏതാ ഉള്ളത്, അത് 2 ജോഡി കാട്ടിക്കണേ അല്ലെങ്കിൽ 1 ജോഡി തരുകയായിരുന്നു. സത്യത്തിൽ ചാവാത്ത മീൻ പറഞ്ഞ മീൻ അക്വേറിയം ഷോപ്പിൽ കിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മളെ മീൻ ചാവുന്നത് എന്നതിനെക്കുറിച്ച് ആദ്യം നമ്മൾ ഒന്ന് പഠിക്കണം. അധിക ആളുകളും അക്വേറിയം ഷോപ്പിലോട്ട് വരുന്നത് വീട്ടിൽ അക്വേറിയമോ അല്ലെങ്കിൽ ബോളോ അല്ലെങ്കിൽ സെറ്റപ്പാക്കിയ വെള്ളമൊന്നും ഇല്ലാതെ നേരെ കയറി വന്ന് ഇവിടുന്ന് മീനും വാങ്ങി അതുപോലെ ബോളും വാങ്ങി അല്ലെങ്കിൽ അക്വേറിയം വാങ്ങിയിട്ട് പോവാണ്. അപ്പോൾ ഒരിക്കലും വെള്ളം സെറ്റാകണില്ല. ഇവരെ ഒരു ഫിഷിനെ കീപ്പ് ചെയ്യാനുള്ള സെറ്റപ്പിൽ വെള്ളം ആകുന്നില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോയി പുതിയൊരു വെള്ളത്തിലൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് പലരും ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാതെ ഇടും. വെള്ളത്തിൽ 15-20 മിനിറ്റ് വരെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിടണം. അതുപോലെ അറിയാത്തവരുണ്ട്. ഞാൻ കൂടുതൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കലുണ്ട്, എന്നാലും അറിയാത്തവർ ഒരുപാടുണ്ട്. അപ്പോൾ ചാവാത്ത മീൻ പറഞ്ഞ മീനില്ല. അപ്പോൾ ഈ മീൻ ചാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ അക്വേറിയം കൊണ്ടുപോയിട്ട് ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും അതിൽ ഫിൽട്രേഷനൊക്കെ കൊടുത്തിട്ട് ആദ്യം നമ്മൾ വീട്ടിലുള്ള ഗപ്പി എന്തെങ്കിലും ഒന്നുണ്ട് ഫിഷൊക്കെ ഇട്ട് പരീക്ഷിച്ച് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം കൂടുതൽ മീൻ വാങ്ങാം. അല്ലാതെ നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിൽ പെട്ടെന്നൊരു ഫിഷിന് ഇത് കൊണ്ടുപോകണം തോന്നുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ വെള്ളം എടുത്തിട്ട് അതിൽ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് വളരെ സാവകാശമായിട്ട് മീൻ പോലും അറിയാതെ ഇറക്കി വിടണം. ഒരിക്കലും ഫിഷിനെ കയ്യിലെടുത്തേക്ക് ഇടരുത്. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫിഷുകൾ വലിയ അസുഖമില്ലാതെ മുന്നോട്ട് പോകും. അതുപോലെ ഫിഷ് വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം, ഫിഷിൻ്റെ ഫുഡ് നിങ്ങൾ കൊടുക്കുന്ന സമയം ഒരു കറക്റ്റ് സമയത്ത് നിങ്ങൾ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഫിഷിൻ്റെ അസുഖങ്ങൾ കുറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അനുഭവങ്ങൾ, ഞാൻ ഷോപ്പ് തുറക്കാതെ എങ്ങോട്ടെങ്കിലും പോയ ദിവസങ്ങൾ, അപ്പോൾ ആ സമയത്ത് ഫുഡ് കിട്ടാതെ വന്നതിൻ്റെ കാരണത്താൽ പല ഫിഷുകളും അസുഖങ്ങളും ബാധിക്കുന്ന കാണേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ദിവസത്തിൽ ഒരു നേരമാണ് ഫുഡ് കൊടുക്കാൻ കഴിയുന്നുള്ളൂ എങ്കിൽ ആ സമയത്ത് ദിവസവും കൊടുക്കുക. അല്ലെങ്കിൽ 2 നേരമാണെങ്കിൽ 2 നേരം കൊടുക്കുക. നിങ്ങൾക്ക് കല്യാണ ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അവർക്ക് ഫുഡ് കിട്ടാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുക. വെക്കേഷൻ ഫുഡ് അതുപോലെ ഫുഡുകളൊക്കെ വെച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്യുക. മറ്റൊന്ന് വാട്ടർ ചേഞ്ചിങ് ഒരിക്കലും ഒരു അക്വേറിയത്തിലെ വെള്ളം ഫുള്ളായിട്ട് മാറ്റാൻ പാടില്ല. പല ആളുകളും നല്ല തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് വെള്ളം മാറ്റുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ മാറ്റിയാൽ വെള്ളത്തിന് ആ ഒരു ദിവസത്തെ ക്ലിയർ ഉണ്ടാവും, പിറ്റേ ദിവസം വെള്ളത്തിന് മങ്ങൽ വരും. ബെനിഫിഷ്യൽ ബാക്ടീരിയ എന്നുള്ള ബാക്ടീരിയ നമ്മളെ അക്വേറിയത്തിൽ ഫോം ആകുമ്പോഴാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ വെള്ളത്തിന് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അക്വേറിയത്തിൻ്റെ ബാക്ക് സ്റ്റിക്കർ ഇല്ലെങ്കിൽ അപ്പുറത്തുള്ള എന്ത് വസ്തു ഇരുന്നാലും തെളിഞ്ഞ് കാണണം. നിങ്ങൾ വെറും നോർമലൊരു വെള്ളത്തിൽ ഫിൽട്രേഷൻ ഇട്ടാൽ പോലും ഇത്ര ക്ലിയർ കിട്ടില്ല. കാരണം ഇതിൽ വർക്ക് ചെയ്യുന്നത് ബെനിഫിഷ്യൽ ബാക്ടീരിയയാണ്. അപ്പോൾ ആ ബാക്ടീരിയാസ് ഫോം ചെയ്യുന്നത് നമ്മൾ ഫിഷിനെ ഇട്ട് ഏകദേശം ഒരു 8-10 ദിവസം ആകുമ്പോഴാണ് അത് ഫോം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ വെള്ളം പൂർണ്ണമായിട്ട് മാറ്റുമ്പോൾ അവകളൊക്കെ നഷ്ടപ്പെടുകയും പിന്നെ വീണ്ടും നമ്മൾ പുതിയൊരു അക്വേറിയം സെറ്റ് ചെയ്തതുപോലെയുള്ള ഒരവസ്ഥ വെള്ളത്തിന് വരികയും ചെയ്യുന്നു. അപ്പോൾ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതുപോലെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. നമ്മുടെ ചാനലായ മാക്സ് പെറ്റ്സ് ആൻഡ് അക്വേറിയം എന്നുള്ള ഈ ചാനൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫിഷുമായിട്ട് ബന്ധപ്പെട്ട ഹോബി ഇഷ്ടമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോസ് തുടർന്ന് വരുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു മേഖലയാണ് ഫിഷിംഗ് മേഖല എന്നത്. ഈ അടുത്ത് അമേരിക്ക നടത്തിയ ഒരു പഠനത്തിൽ ഒരു ജോലിയിൽ കൂടുതൽ മാനസികമായി സംതൃപ്തി നേടുന്ന ആളുകളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഫിഷ് വളർത്തുന്നവർക്ക് ആണ് കൂടുതൽ സംതൃപ്തി ചെയ്യുന്നവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് നിങ്ങൾ ചിന്തിക്കുന്നത് ഫിഷ് കൊണ്ട് വലിയ ലാഭം ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല. പക്ഷേ നിങ്ങളത് വളർത്തുമ്പോൾ
അതിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവും. അതാണ് വലിയ കാര്യം. നമുക്ക് കാശുണ്ടാകുന്നതിനെക്കാട്ടിലൊക്കെ നമ്മളെല്ലാവരും കാശുണ്ടാക്കുന്നതിന് സന്തോഷം ഉണ്ടാവാനാണല്ലോ. അപ്പോൾ ഈ ഫിഷിനെ വളർത്തുമ്പോൾ നമ്മൾ അതിനോട് ഇടപഴകുമ്പോൾ അവിടെ ഫുഡ് എടുക്കുമ്പോൾ കാണുമ്പോൾ എല്ലാം നമുക്കുണ്ടാകുന്ന സംതൃപ്തി, അതിനാണ് നമ്മൾ വില കൊടുക്കുന്നത്. അപ്പോൾ തുടർന്നും ഇതുപോലെ വീഡിയോസ് വരുന്നു. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലുമായിട്ട് സഹകരിക്കുക. ഓക്കെ, താങ്ക് യു.